2 degrees of freedom system എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡോമിൽ ചോദിക്കുന്ന DDM-ലൊക്കെ ചോദിക്കുന്നതാണ്. ഡിസൈനുമായിട്ട് ബന്ധപ്പെടുത്തിയും ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിലൊക്കെ ചോദിക്കുന്നത് വൈബ്രേഷൻ നമുക്ക് 2 degrees of freedom സിസ്റ്റത്തിൻ്റെ എന്താണ് റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷനും പിന്നെ ഫ്രീക്വൻസി കാൽക്കുലേഷൻസൊക്കെയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മോഡ് ഷേപ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 2 degrees of freedom സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ 2 മാസ് സിസ്റ്റം ഉണ്ട്, 2 മാസുകളുണ്ട്. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ M1 എന്ന് പറയുന്ന മാസിൻ്റെ ആംപ്ലിറ്റ്യൂഡും M2 എന്ന് പറയുന്ന മാസിൻ്റെ ആംപ്ലിറ്റ്യൂഡും നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ 2 മാസിൻ്റെയും ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ത് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട്, റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഈ ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 മാസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് വരുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ 2 degrees of freedom സിസ്റ്റം എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് പറഞ്ഞാൽ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റത്തിലെ എന്താണ് അൺഡാംപ്ഡ് വൈബ്രേഷൻസിലെ ഫ്രീക്വൻസി കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു M1 എന്ന് പറയുന്ന മാസിന് താഴേക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി x1 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത് നോക്കുക. ഈ M2 എന്ന് പറയുന്ന മാസിന് താഴേക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനിപ്പം ഇവിടെ താഴേക്ക് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ദാറ്റ് ഈസ് ലെറ്റ് ഇറ്റ് ബി x2. അപ്പോൾ നമുക്ക് ഇതിലറിയാവുന്നുള്ളൊരു കാര്യം, നമ്മുടെ അവിടെ ആക്ട് ചെയ്യുന്ന അൺബാലൻസ്ഡ് ഫോഴ്സ്, എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ വൈബ്രേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷനാണ്. അപ്പോൾ ആക്സലറേഷൻ കൂടി എനിക്ക് വേണം എന്നുള്ളത് കൊണ്ട് നമുക്ക് x1 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് മാസിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. x1ൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് d²x1/dt² എന്ന് വരും. അതിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, x1 ഇട്ടിട്ട് മോളിൽ 2 കുത്തിടുന്നു. അപ്പം ഈ M2 എന്ന് പറയുന്ന മാസിൻ്റെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, x2 ഇട്ടിട്ട് മോളിൽ 2 കുത്തുന്നത് റെപ്രസെൻറ്റ്സ് ദ ആക്സലറേഷൻ ഓഫ് മാസ് M2. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സിസ്റ്റത്തിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഓഫ് M2 ഈസ് ഗ്രേറ്റർ ദാൻ ഡിഫ്ലക്ഷൻ ഓഫ് എന്താണ് M1നെ കാട്ടി കേട്ടോ. അതായത് x1 എന്ന് പറയുന്നത് x2 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ x2 എന്ന് പറയുന്നത് x1നെ അപേക്ഷിച്ച് വലുതാണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. അതാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാംസ് വരച്ച് നോക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് എന്തിൻ്റെ കേസ്, M1 എന്ന് പറയുന്ന മാസിൻ്റെ കേസിൽ M2 എന്ന് പറയുന്ന മാസിൻ്റെ കേസിലും വരയ്ക്കണം. M1 എന്ന് പറയുന്ന മാസിൻ്റെ കേസിൽ ഫ്രീ ബോഡി ഡയഗ്രാം, അപ്പോൾ എനിക്ക് ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ വേണം, അവിടെ നിന്ന് പിന്നെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയും എനിക്ക് എന്തും വേണം ആംപ്ലിറ്റ്യൂഡ്സും കണ്ടുപിടിക്കാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് അൺഡാംപ്ഡ് ആണ്, ഡാമ്പിങ് ഇവിടെ ഇല്ല, അൺഡാംപ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പം ഇതിൻ്റെ മോഡ് ഷേപ്സ് എങ്ങനെയാണ് വരുന്നത്, എന്താണ് മോഡ് ഷേപ്സ് എന്തൊക്കെ മോഡുകളുണ്ട് ഈ വൈബ്രേഷൻ സിസ്റ്റത്തിന്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്ന് നമ്മൾ അവസാനം നിർത്തും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം M1 ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരയ്ക്കുമ്പോൾ അപ്പോൾ ഇതിന് സംഭവിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ താഴേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പ്രിങ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റ് ചെയ്യാണ്. ആ സ്പ്രിങ്ങിന് എന്തുണ്ടാവും, സ്പ്രിങ്ങിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, തിരിച്ച് അതേ പൊസിഷനിലേക്ക് തിരിച്ചു വരാനായിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് കിട്ടുന്നത്. റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ സ്റ്റിഫ്നെസ്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതിൻ്റെ സംഭവിച്ച ഡിഫ്ലക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K1 ആയിരുന്നു, അതിന് സംഭവിച്ച എന്താണ്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. K1 ഇൻറ്റു ഇവിടെ താഴേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് x1 അല്ലേ, അപ്പോൾ K1 ഇൻറ്റു x1 ആയിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ദി സ്പ്രിങ്. തിരിച്ച് മുകളിലേക്ക് ഈ മാസിന് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും K ഇൻറ്റു x1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് എന്തുണ്ട്, ഒരു ആക്സലറേഷൻ ഉണ്ട്. അതായത് x1 എന്ന് പറയുന്ന ആക്സലറേഷൻ, x1 എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ, x1 ഡബിൾ ഡോട്ട് എന്ന് പറയുന്ന ആക്സലറേഷൻ, താഴേക്ക് ആക്സലേറ്റിംഗ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചു. ഇനി താഴത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത, ഈ സ്പ്രിങ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, സ്പ്രിങ് x2 ഡിസ്റ്റൻസ് താഴേക്ക് പോകും, താഴത്തെ മാസം പോവുകയാണല്ലോ. സ്പ്രിങ് x2 ഡിസ്റ്റൻസ് താഴേക്ക് ഇലോങ്ങേഷൻ ആവും, അത് x1 ഡിസ്റ്റൻസ് മുകളിൽ താഴോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ നെറ്റ് എന്താണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, x2 മൈനസ് എന്താണ് x1 ആണ്. x2 മൈനസ് x1 ആണ് എന്തെന്ന് പറഞ്ഞാൽ നെറ്റ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഫിക്സഡ് അല്ല, ഇവിടെ ഫിക്സഡ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്താണ് x1 മാത്രമായിരുന്നു താഴേക്ക് ഈ താഴത്തെ സ്പ്രിങ്ങിന് K2 എന്ന് പറയുന്ന സ്റ്റിഫ്നെസ് ഉള്ള സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയായിരുന്നു. പക്ഷേ K2 എന്ന് പറയുന്നത് x1 താഴേക്ക് വരുന്നത് പോലെ ഇവിടെ നിന്ന് x2 താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നെറ്റ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 ആയിരിക്കും. ഇതിൽ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല, അതുകൊണ്ട് x2 മൈനസ് x1 ആയിരിക്കും. അതിനെ നമ്മൾ അതിൻ്റെ സ്റ്റിഫ്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് K2. ഇനി ഇതിൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് മറ്റേ ഡയറക്ഷൻ നമ്മൾ മുകളിലേക്ക് കൊടുത്തേ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ്ങിന് എന്ന് പറയുന്നത് അതായത് പഴയ ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇത് താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടെ നിന്ന് താഴേക്ക് വരുന്നു. അപ്പം സപ്പോസ് ഇതിപ്പം x2 എന്ന് പറയുന്നത് 5 മീറ്റർ ആണെന്ന് വെക്കുക, ഇതെന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അപ്പോൾ 3 മീറ്റർ താഴോട്ട് വന്നു, ഇവിടെ നിന്ന് 5 മീറ്റർ താഴോട്ട് വന്നു. അപ്പോൾ ഇടയ്ക്ക് അതിനുള്ള കംപ്രഷൻ വരുമല്ലോ, 5 - 2, അതായത്
5-3 2 മീറ്ററിലാണ് ആ സ്പ്രിങ് ഇപ്പോൾ കംപ്രസ്ഡായി നിൽക്കുന്നത്. ആ 2 മീറ്ററിന് അത് ഇലോങ്ങേഷൻ നടത്തി വെക്കാനാണ് എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. ഇലോങ്ങേറ്റ് ചെയ്ത് എന്തിലേക്ക് കൊണ്ടുവരും, ഈ 5- ഇപ്പോൾ സാധാരണ ഇവിടെ എത്രയാണോ പഴയ ഉണ്ടാകുന്നത് അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ 2 മീറ്ററും കൂടെ അത് താഴേക്ക് വരണം. ഇതിപ്പോൾ ഇവിടെ 5 മീറ്റർ ഇവിടെ 5 മീറ്റർ ആണെങ്കിൽ ഇതിന് പിന്നെ റീസ്റ്റോറിങ് ഫോഴ്സ് വരത്തില്ല, കാര്യം ഓൾറെഡി അതിൻ്റെ അതേ ഇലോങ്ങേഷൻ തന്നെ നിൽക്കും. ഇവിടെ 3 മീറ്ററും 5 മീറ്ററും ആവുന്ന കേസിലാണ് അവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അത് താഴേക്ക് ഇലോങ്ങേറ്റായി നിൽക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ താഴേക്കായി ഇലോങ്ങേറ്റ് ചെയ്യുന്നത്, താഴേക്കായിരിക്കും അവിടുത്തെ എന്ത് വരുന്നത്, ഡയറക്ഷൻ ഓഫ് റീസ്റ്റോറിങ് ഫോഴ്സ് വരുന്നത്. ഇത്ര ആലോചിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ എന്താണ് ഫിക്സഡ് ഇത് വരുമ്പോഴത്തേക്ക് ടുവാർഡ്സ് ആ ഫിക്സഡ് പൊസിഷനിലേക്ക് വരും. അല്ലാത്തപ്പോഴത്തേക്ക് ഇത് ഏത് ഡയറക്ഷനാണോ മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലേക്ക് എന്ത് വരുന്നു, ഡയറക്ഷൻ ഓഫ് റീസ്റ്റോറിങ് ഫോഴ്സ് വന്നു, K2 എന്ന് പറഞ്ഞു വന്നു. നെക്സ്റ്റ് ഇനി M2 എന്ന് പറയുന്നതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മളിവിടെ വരയ്ക്കുമ്പോൾ M2 എന്ന് പറയുന്ന മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഇത് വരച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അങ്ങനെ കണക്ട് ചെയ്തങ്ങ് പോകും. M2 വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ K2 എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ഇവിടെ M2 വലുത്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇത് താഴേക്കാണെങ്കിൽ ഈ M1 കറസ്പോണ്ടിങ് താഴേക്കാണെങ്കിൽ അതിന് M2 കറസ്പോണ്ടിങ് അത് മുകളിലോട്ടായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് സെയിം വാല്യൂ K2 × x2 - x1 ആയിരിക്കും മേളിലെ ഉള്ള റീസ്റ്റോറിങ് ഫോഴ്സ്. ഓൾറെഡി ഇതിന് എന്തുണ്ട്, ഡിഫ്ലക്ഷൻ x2 ഉണ്ട്, ആ x2 കറസ്പോണ്ടിങ് ആക്സലറേഷൻ x2 ഇവിടുത്തെ കേസ് നോക്കിയാൽ മതി. ഇത് താഴേക്ക് വരുന്നു, അപ്പോൾ ഇത് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കംപ്രഷനാണ്. ഈ കംപ്രഷൻ ആകുമ്പോഴത്തേക്ക് എൻ്റെ എന്താണ് റീസ്റ്റോറിങ് ഫോഴ്സ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരും, അല്ലേ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ കംപ്രഷനാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റീസ്റ്റോറിങ് ഫോഴ്സ് വരുന്നു. ദാറ്റ് വിൽ ബി, അപ്പോൾ ഇവിടെ താഴോട്ട് കംപ്രസ്സായി എഗെയിൻസ്റ്റ് ആയിട്ട് റീസ്റ്റോറിങ് ഫോഴ്സ് വരുന്നു. ദാറ്റ് വിൽ ബി K3 × അവിടെ അതിന് സംഭവിച്ച ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, x2. അപ്പോൾ K3 × x2 ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്, അവിടുത്തെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു, ആക്കി വെച്ചു. ഇനി ഫസ്റ്റ് ഈ രണ്ട് ബോഡീസിൻ്റെയും ന്യൂട്ടൺ സെക്കൻഡിൽ നമ്മൾ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇക്വിലിബ്രിയം കണ്ടീഷൻ എഴുതുകയാണ് ചെയ്യുന്നത്. ന്യൂട്ടൺസ് മെത്തേഡിലാണ് നമ്മൾ ഇത് സോൾവ് ചെയ്ത് പോകുന്നത്, എനർജി മെത്തേഡിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു M1 എന്ന് പറയുന്ന ഇതിനും M2 എന്ന് പറയുന്നതിൽ ന്യൂട്ടൺ സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നു അപ്ലൈയിങ് ന്യൂട്ടൺ സെക്കൻഡ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് ഫസ്റ്റ് ഈ M1 എന്ന് പറയുന്നതിൻ്റെ നമുക്ക് എന്തെടുക്കാം, മാസ് ഇൻറ്റു F = മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, M1 ആണ്. M1 ഇൻറ്റു അവിടുത്തെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, x1 ഇട്ടിട്ട് ഡബിൾ ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ നെറ്റ് ഫോഴ്സ്. മുകളിലോട്ടുള്ളത് പോസിറ്റീവായിട്ട് എടുത്ത്, ഇപ്പോൾ ഇതാണ് ഡയറക്ഷൻ, ഇത് താഴേക്കല്ലേ മൂവ് ചെയ്യുന്നത്, താഴേക്ക് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനുള്ള പോസിറ്റീവും മറ്റത് എന്ത് കൊടുക്കാം, നെഗറ്റീവ് കൊടുക്കുക. അപ്പം ഫസ്റ്റ് K1 x1 എന്ന് പറയുന്നത് മൈനസ് എന്തെന്ന് വരും, K1 x1 എന്ന് വരും. കാര്യം x താഴോട്ടാണ്, ഡിഫ്ലക്ഷൻ താഴോട്ടാണ്. അപ്പോൾ K1 x1 മൈനസ് വരും. K2 × x2 - x1 എന്ന് പറഞ്ഞാൽ പ്ലസ് വരും. പ്ലസ് K2 × എന്ത് വന്നു, x2 - x1 വന്നു. അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ M1 × x1 ഡബിൾ ഡോട്ട് ഇൻറ്റു ഇതിങ്ങ് വരുമ്പോൾ പ്ലസ് എന്ത് വരും, K1 x1 ഇതിങ്ങ് വരുമ്പോൾ മൈനസ് K2 × എന്ത് വരും, x2 - x1 വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 0. ഇനി K2 കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതെന്ത് വരും, M1 × x1 ഡബിൾ ഡോട്ട് പ്ലസ് K1 × x1 മൈനസ് ഇതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, K2 x2 ഇതൊന്നും പ്ലസ് K2 x1 അല്ലേ, K2 ഇതും കൂടെ മൈനസും പ്ലസ് ആയി, പ്ലസ് K2 x1 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് x1 ഒരുമിച്ച് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് M1 x1 ഡബിൾ ഡോട്ട് പ്ലസ് ഇവിടെ നിന്ന് കണ്ട K1 ഉണ്ട്, ഇവിടെ നിന്ന് K2 ഉണ്ട്. നമുക്ക് x1 x1 ഒരുമിച്ചാക്കിയാൽ മതി. അപ്പോൾ x1 എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട്, x2 എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ K1 K2 നമുക്കത് കോമൺ ആയിട്ട് വന്ന് അകത്ത് ബ്രാക്കറ്റിനകത്ത് വരും. അപ്പോൾ K1 ഇവിടെ ഉണ്ട്, പ്ലസ് K2 ഇവിടെ ഉണ്ട്, ബ്രാക്കറ്റിന് പുറത്ത് എന്ത് എഴുതാം, x1 എഴുതാം. ബാക്കിയുള്ള സാധനം അതേപടി മൈനസ് K2 × x2 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് ഞാൻ എഴുതി മാറ്റി വെച്ചു. അപ്പോൾ ഇതെന്താണ്, അക്കോർഡിംഗ് ടു ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഫസ്റ്റ് ബോഡി കൺസിഡർ ചെയ്ത് നമ്മളിങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് റെപ്രസെൻറ്റ്സ് ദി വൈബ്രേഷൻ മോഷൻ ഓഫ് M1. നെക്സ്റ്റ് M2 ആണെങ്കിൽ നമ്മൾ എഴുതുന്നെങ്കിൽ എന്തുവാണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, M2 × അവിടുത്തെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ x2 എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് x2 ഡബിൾ ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി മുകളിലോട്ടുള്ള നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് എന്ത് വരും, K2 × എന്ത് വരും, x2 - x1, പിന്നെ ഇത് മുകളിലോട്ട് തന്നെയാണ് മൈനസ് എന്താണ് K3 × എന്താണ് x3. ദിസ് ഈസ് എക്സ്പ്രഷൻ. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് M2 × x2 ഡബിൾ ഡോട്ട് മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് K2 ×
എന്ത് വരും x2 മൈനസ് x1 നിങ്ങൾ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് k3 ഇൻറ്റു x3 വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വന്നു 0 വന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമല്ലോ ഈ സാധനം വെച്ചിട്ട്. അപ്പോൾ m2 x2 ഡബിൾ ഡോട്ട് പ്ലസ് ഇതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ k2 x2 മൈനസ് k2 x1 പ്ലസ് ഇവിടെ എന്തുണ്ട് k3 x3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് x1 x2 x1 x2 x3 എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോടേ. ഇതെങ്ങനെ വന്ന് k3 x2 ആണ്, സോറി k2 k3 x2 ഇടയ്ക്ക് എവിടേക്ക് പോയാൽ അതങ്ങ് മാറിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട x2 കോമൺ ആയിട്ട് എടുക്കാം. വേണ്ട x2 നമുക്ക് എന്തെടുക്കാം, കോമൺ എടുക്കാം. അപ്പം ബാക്കി രണ്ടും ആദ്യമേ എഴുതാം. അതായത് ഇറ്റ് ഈസ് m2 ഇൻറ്റു എന്തുകൊണ്ട് x2 ഡബിൾ ഡോട്ട്, പിന്നെ ഈ ഒരു സാധനം എഴുതി മൈനസ് k2 ഇൻറ്റു x1, പിന്നെ അടുത്ത ഇതിൽ നിന്ന് k2 വരും, ഇവിടെ k3 വരും, പ്ലസ് എന്താണ് k2 പ്ലസ് k3 ഇൻറ്റു എന്ത് വന്നു x2 വിച്ച് ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എന്തിൻ്റെ ടേംസിലാക്കി വെച്ചു, അതായത് ഒരു റീഅറേഞ്ച്മെൻറ്റിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് x1 x2 കോമൺ ആയിട്ട് എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഈ x1 x2 നമ്മൾ ഒരു അസംഷൻ കൊടുത്തു, അസ്യൂം അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എന്താണ് ഫ്രീക്വൻസി, ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അസ്യൂം നമ്മളിപ്പോൾ പറയുവാണ് x1 എന്ന് പറയുന്നത് അതായത് ഇതിന് സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫ്ലക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ഇത്ര ഒരു അസംഷൻ കൊടുക്കുവാണ്, അതിൻ്റെ x1 ഇതായിരിക്കും സംഭവിക്കുന്നത്. അതായത് ഇപ്പം അതിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ x1 ഇൻറ്റു എന്ത് ഞാൻ കൊടുക്കുന്നു സൈൻ ഒമേഗ ടി ആണ് സ്മാൾ x1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ എന്ന് കൊടുക്കുന്നു. ക്യാപിറ്റൽ x1 ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് ഫസ്റ്റ് മാസ്. ഇനി x2ൻ്റെ കേസിൽ നമുക്ക് എന്ത് കൊടുക്കാം, x2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ x2 ഇൻറ്റു എന്തെന്ന് പറഞ്ഞ കൊടുക്കുന്നു സൈൻ ഒമേഗ. ഇത് കോസ് ഒമേഗ ടി കൊടുത്താലും വ്യത്യാസമൊന്നും വരില്ല കേട്ടോ, രണ്ട് വേണോ നമുക്ക് കൊടുക്കാം. അപ്പോൾ സ്മാൾ x2 എന്ന് പറയുന്നത് ഒമേഗ ടൈമിനനുസരിച്ച് ടൈം വേരിയൻ്റ് ആയിട്ട് ഇത് മാറുന്നു എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു സൈൻ ഒമേഗ ടി, ഒമേഗ ഈസ് ദ ഫ്രീക്വൻസി സർക്കുലർ ഫ്രീക്വൻസി ആൻഡ് x1 x2 എന്ന് പറയുന്ന ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. ഇതൊരു ജനറൽ സൊല്യൂഷനായിട്ട് നമുക്ക് എടുക്കാമെന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈൻ ഒമേഗ ടി x1 ഇൻറ്റു സൈൻ ഒമേഗ ടി ആണ് ഡിഫ്ലക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ. അത് ഡാംപ്ഡ് ആകുമ്പോഴത്തേക്ക് ഒമേഗ ഡി ടി എന്നുള്ള രീതിയിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പ്ലസ് 5 ഒക്കെ വരും, അത് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് അസംഷൻസ് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൽ വേണ്ടത് x2 ഡാഷ് വേണം, x1 വേണം, x2 വേണം. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഇതിലെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇതിലും വേണം. അപ്പോൾ ഇതിൽ x2 ഡാഷും x1 ഡാഷും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ x1 ഡാഷും ഉണ്ട്, സോറി ഡാഷല്ല x1 ഡബിൾ ഡോട്ടും ഉണ്ട്, x2 ഡബിൾ ഡോട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് x1 നിന്ന് x1 ഡബിൾ ഡോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം x1 ഡോട്ട് കണ്ടുപിടിക്കണം, ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതിന് ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ x1 ഇൻറ്റു സൈൻ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് കോസ് ഒമേഗ ടി ആണ്. ഇനി ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, അപ്പോൾ ഇൻറ്റു ഒമേഗയും കൂടെ വരും. അപ്പം ഇതാണ് എക്സ് ഡോട്ട് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടെ ഇതെടുത്താൽ എക്സ് ഡബിൾ ഡോട്ട് ആവും. x1 ഡബിൾ ഡോട്ട് എടുക്കുമ്പോൾ അത് സെക്കൻഡ് ഡെറിവേറ്റീവ്, പിന്നെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. ദറ്റ് ഈസ് x1 അതേപോലെ അവിടെ ഉണ്ട്, ഒമേഗ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്, കോസ് ഒമേഗ ടിയുടേത് മൈനസ് സൈൻ ഒമേഗ ടി. അപ്പോൾ മൈനസ് ആദ്യം ഇട്ടു, സൈൻ എന്തെന്ന് എഴുതി ഒമേഗ ടി എന്ന് എഴുതി. ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും ഒമേഗ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ x1 കാര്യം x1 ഡബിൾ ഡോട്ടായി. ഇതേപോലെ x2 ഡോട്ടും ഇത് കണ്ടുപിടിച്ചുകൂടെ. x2 ഡോട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് x2 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ കോൺസ്റ്റൻറ്റ് മാറ്റിയിട്ടു. സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എന്ത് വരും കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ ഒമേഗ. ഇനി x2 ഡബിൾ ഡോട്ട് വരുമ്പോൾ ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം, ദറ്റ് ഈസ് മൈനസ് x2 ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ എന്തെന്ന് വരും ഒമേഗ ടി എന്ന് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെടുത്ത് ഫസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m1 ഇൻറ്റു നമുക്ക് x1 ഡോട്ട് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞതല്ലേ m1 ഇൻറ്റു മൈനസ് x1 ഒമേഗ സ്ക്വയർ, ഇത് ക്യാപിറ്റൽ x1 ആണ് മാറിപ്പോയത്, ഇൻറ്റു സൈൻ ഒമേഗ ടി, അതാണ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ നമുക്ക് വേണ്ടിയത്, പ്ലസ് k1 പ്ലസ് k2 എന്ന് പറയുന്നത് അതേപോലെ ഇട്ടു, ഇൻറ്റു നമ്മൾ x1 സ്മാൾ x1 എന്ന് പറഞ്ഞാൽ ഇതല്ലേ x1 സൈൻ ഒമേഗ ടി, അതുമായി മൈനസ് k2 ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ എന്താ ഇതാണ് x2 ക്യാപിറ്റൽ x2 ഇൻറ്റു സൈൻ ഒമേഗ ടി വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിലെല്ലാം സൈൻ ഒമേഗ ടി കോമൺ എടുത്തിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി 0 ബൈ സൈൻ ഒമേഗ ടി 0 എന്ന് പറയാം. അപ്പോൾ ബാക്കി എത്ര മാറും, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് x1 m1 ഒമേഗ സ്ക്വയർ, ഇവിടെ എന്താണ് പ്ലസ് k1 പ്ലസ് k2 ഇൻറ്റു എന്ത് മാത്രം വന്നു x1 മാത്രം വന്നു, മൈനസ് k2 x2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരാൻ
0 എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈനസ് x1 കോമൺ എടുക്കാനാണ്. x1 m1 ഒമേഗ സ്ക്വയർ പ്ലസ് k1 പ്ലസ് k2 ഇൻറ്റു x1 വിച്ച് ഇസ് ഈക്വൽ ടു ഇതങ്ങ് അപ്പുറത്ത് പോയാൽ k2 ഇൻറ്റു എന്തെന്ന് വരും x2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ x1 കണ്ടുപിടിക്കാൻ പോവാം. x1 ഇവിടെ നിന്ന് ഒന്ന് കോമൺ എടുക്കാമല്ലോ. x1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതിനകത്തുണ്ട് എന്തുണ്ട് മൈനസ് m1 ഒമേഗ സ്ക്വയർ ഉണ്ട് പ്ലസ് ഇവിടെ നിന്ന് കോമൺ എടുത്തു കഴിഞ്ഞാൽ k1 പ്ലസ് എന്തെന്നുണ്ട് k2 ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു k2 ഇൻറ്റു x2. ഇവിടെ നിന്ന് x1 എഴുതാം, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു x1/x2 എഴുതാമായിരുന്നല്ലേ. x1/x2 എഴുതാം. കാര്യം ഈ റൈറ്റ് സൈഡിലുള്ള x1 കൂടെ ഇങ്ങനെ പുറത്ത് വരട്ടെ. അപ്പോൾ x1/x2 ആവും. ഇവിടെ ഓൾറെഡി എന്തുണ്ട് k2 ഉണ്ട്. അതായത് x1 അപ്പുറത്തേക്കും കൊണ്ടുപോകുന്നു, x2 ഇപ്പുറത്തേക്കും കൊണ്ടുവരുന്നു. അപ്പോൾ സോറി x1 എന്ന് ഇത് അപ്പുറത്തേക്കും കൊണ്ടുവന്നു, x2 ഇപ്പുറത്തേക്കും കൊണ്ടുവരുന്നു. അപ്പോൾ ഈ സാധനം അപ്പുറത്ത് പോയി. ഇപ്പോൾ k2 ഡിവൈഡഡ് ബൈ വരും. ഇതിങ്ങ് താഴേക്കല്ലേ വരുന്നത്. k2 ഡിവൈഡഡ് ബൈ മൈനസ് ഇടയ്ക്ക് എവിടെ പോയി m1 ഒമേഗ സ്ക്വയർ പ്ലസ് എന്തെന്ന് വന്നു k1 പ്ലസ് k2 എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, അപ്പം ഇത് നമ്മൾക്ക് ഇക്വേഷൻ നമ്പർ 3 ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ 3 എന്ന് പറയുന്ന സാധനം വരെ നമ്മൾ എന്ത് ചെയ്തു, ആക്കി നിർത്തി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതേ സാധനം നമ്മുടെ സെക്കൻഡ് പ്രോബ്ലത്തിലല്ല സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. m2 ഇൻറ്റു x2 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും, m2 ഇൻറ്റു x2 ഡബിൾ ഡാഷ് x2 ഡബിൾ ഡോട്ട് ഇതല്ലേ സാധനം. അതായത് മൈനസ് x2 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇതെന്ത് വരും സൈൻ ഒമേഗ ടി എന്ന് വരും. പിന്നെ മൈനസ് എന്താണ് k2 ഇൻറ്റു x1 k2 ഇൻറ്റു x1 വാല്യൂ എന്ന് പറയുന്നത് ഇതല്ലേ ക്യാപിറ്റൽ x1 ഇൻറ്റു സൈൻ എന്തെന്ന് വന്നു ഒമേഗ ടി എന്ന് വന്നു. പ്ലസ് പിന്നെ അടുത്ത എന്താണ് k2 പ്ലസ് k3 പ്ലസ് k3 ഇൻറ്റു എന്താണ് x2 എന്ന് പറഞ്ഞാൽ എന്ത് വരും x2 സൈൻ ഒമേഗ ടി വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ. ഇന്നെല്ലാം സൈൻ ഒമേഗ ടി പോയി എന്ന് പറഞ്ഞാൽ കോമൺ എടുത്ത് അപ്പുറത്തുകൊണ്ട് പോയി 0/സൈൻ ഒമേഗ ടി 0 ആയിപ്പോവും. ബാക്കിയുള്ളത് മൈനസ് ഇവിടെ എന്താണ് x2 ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്, m2 ഉണ്ട്. m2 അതേ അവിടെ മൈനസ് ഇവിടെ എന്തുണ്ട് k2 x1 ഉണ്ട്. ഇവിടെ എന്തുണ്ട് പ്ലസ് k2 പ്ലസ് k3 ഇൻറ്റു എന്താണ് x2 ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0. ഈ x2ൻ്റെ സാധനം അപ്പുറത്തുണ്ട്, ബാക്കിയെല്ലാം ഇവിടെ കിട്ടുക. അപ്പോൾ മൈനസ് x1/x2 അല്ലേ വേണ്ടത്. അപ്പോൾ മൈനസ് k2 ഇൻറ്റു x1 വിച്ച് ഈസ് ഈക്വൽ ടു ബാക്കി ഇതങ്ങ് അപ്പുറത്ത് പോയാൽ x2 m2 ഒമേഗ സ്ക്വയർ ഇതല്ലേ. ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ അതാവും. ഇതപ്പുറത്ത് പോകുമ്പം മൈനസ് k2 പ്ലസ് k3 ഇൻറ്റു x2 വരും. ഇത് x2 കോമൺ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് k2 ഇൻറ്റു x1 ഈസ് ഈക്വൽ ടു x2 കോമൺ എടുത്താൽ m2 ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഇതെന്ത് വരും k2 പ്ലസ് k3 ഇൻറ്റു x2 എന്ന് വരും ആണല്ലോ. അപ്പോൾ ഈ x2 ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു, ഈ k2 ഇങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ എങ്ങനെ വന്നു x1/x2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം m2 ഒമേഗ സ്ക്വയർ മൈനസ് എന്താണ് k2 പ്ലസ് k3 ഡിവൈഡഡ് ബൈ എന്താണ് മൈനസ് k2 എന്ന് വരും അല്ലേ, മൈനസ് k2. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ എന്തായിട്ട് വന്നു, ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് വന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അവിടെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, മൈനസ് ഡിനോമിനേറ്റർ കിടക്കുന്നത് ഞാനങ്ങ് മുകളിൽ കൊണ്ടുപോയി എഴുതാം. അതാകുമ്പോഴത്തേക്ക് അതാ സുഖം. അതായത് x1/x2 ഈസ് ഈക്വൽ ടു മൈനസ് അങ്ങ് മുകളിൽ പോകുമ്പം മൈനസ് m2 ഒമേഗ സ്ക്വയർ ആവും. ഇവിടുത്തെ മൈനസ് പ്ലസ് ആവും. പ്ലസ് എന്ത് വരും k2 പ്ലസ് k3 വരും. ഡിനോമിനേറ്ററിൽ എന്ത് മാത്രം കിടക്കും k2 മാത്രം കിടക്കും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. അപ്പം ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് നമുക്കിവിടെ ഉണ്ടല്ലോ. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നതും ഇവിടെ ഉണ്ട്. നമുക്ക് ഇത് കാണുമ്പോഴേ അറിയാം, ലെഫ്റ്റും റൈറ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ രണ്ടിൻ്റെ ഈക്വലാണ്. അപ്പോൾ റൈറ്റ് സൈഡ് രണ്ടും എന്താണ് നമുക്ക് ഇക്വേറ്റ് ചെയ്തിടാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡ് രണ്ടും ഇക്വേറ്റ് ചെയ്താലോ. അപ്പോൾ റൈറ്റ് സൈഡ് ഇക്വേറ്റിംഗ് എന്താണ് RHS ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ നമ്പർ ഏതൊക്കെയാണ് 3 and 4. 3യും 4ഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. 3 എന്ന് പറയുന്നത് ഇതല്ലേ, അതായത് k2 ഡിവൈഡഡ് ബൈ എന്തൊരു മൈനസ് m1 ഒമേഗ സ്ക്വയർ പ്ലസ് എന്ത് വന്നു k1 പ്ലസ് k2 വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വരും മൈനസ്
m2 omega square പ്ലസ് എന്ത് വരും k2 പ്ലസ് k3 ദ ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്തെന്ന് വരും k2 എന്ന് വരും ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്തെടുക്കണം. ഇത്തിരി പണി പിടിച്ചൊരു സാധനമാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, k2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k2 ഇൻ്റെ k2 ഇൻറ്റു k2 ഇൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആദ്യം അങ്ങ് എഴുതി വയ്ക്കാം. എന്ന് പറഞ്ഞാൽ മൈനസ് m1 ഒമേഗ സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ് k1 പ്ലസ് k2 അത് ഒറ്റ ടൈമായിട്ട് അങ്ങ് എടുത്താൽ മതി ഇൻറ്റു ഇവിടെ എന്ത് വരും മൈനസ് m2 ഒമേഗ സ്ക്വയർ പ്ലസ് k2 പ്ലസ് k3. ഇനി ഇത് നമ്മൾ k2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, മൈനസ് മൈനസും പ്ലസ് ആയി m1ഉം m2ഉം കൂടെ m1 m2 എന്ന് തന്നെ വരും. ഒമേഗ സ്ക്വയറും കൂടെ ഒമേഗ റൈസ് ടു നമുക്ക് എന്തെന്ന് വരും 4 എന്ന് പറയുന്ന വാല്യൂ വരും, ഒമേഗ റൈസ് ടു 4. ഇനി അടുത്ത ഇതിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, അപ്പോൾ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് m1 ഒമേഗ സ്ക്വയർ ഇതിൻ്റെ എന്താണ് k2 പ്ലസ് k3 വരും. പിന്നെ അടുത്ത ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ മൈനസ് m2 ഒമേഗ സ്ക്വയർ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം k1 പ്ലസ് k2 വരും. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എന്താണ് k1 പ്ലസ് k2 ഇൻറ്റു k2 പ്ലസ് k3. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇനിയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ കിടക്കല്ലേ, ചെയ്തേ ഒക്കൂ. k2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പം m1 m2 ഒമേഗ റൈസ് ടു 4 മൈനസ് എന്താണ് ഇത് ഇതിനകത്തേക്ക് കയറ്റാം അല്ലേ, മൈനസ് m1 ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്താണ് k2 മൈനസ് ഇത് അതിനകത്തോട്ട് കയറുമ്പം m1 ഒമേഗ സ്ക്വയർ ഇൻറ്റു k3. ഇനി ഇത് അതിനകത്തോട്ട് കയറുമ്പം മൈനസ് m2 ഒമേഗ സ്ക്വയർ ഇൻറ്റു k1 മൈനസ് ഇത് അതിനകത്ത് ഇടുമ്പം m2 ഒമേഗ സ്ക്വയർ ഇൻറ്റു k2 പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം k1 k2 ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പം പ്ലസ് k1 k3 ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം k2 ഇൻറ്റു k2 സ്ക്വയർ പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം k2 k3. അപ്പോൾ k2 സ്ക്വയർ റൈറ്റും ലെഫ്റ്റും ഇത് ഇപ്പുറത്തോട്ട് വന്നാൽ മൈനസ് 0 ആയിപ്പോയി. അപ്പോൾ ഇതെല്ലാം കൂടെ ഈക്വൽ ടു 0 നമുക്ക് എഴുതാനായിട്ട് പറ്റും ആണല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്ത് എഴുതിയല്ലോ m1 m2 ഒമേഗ റൈസ് ടു 4. ഇനി വല്ലതും വെട്ടിക്കളയുണ്ടേ m1 ഇനി ഒന്നും കളയാനായിട്ടില്ല, പക്ഷേ നമുക്ക് ഒമേഗ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. വേണ്ട നോക്കി ഈ ബാക്കി കഴിഞ്ഞ് ഇതിൽ ഒമേഗ സ്ക്വയർ ഉണ്ട്, ഇതിൽ ഒമേഗ സ്ക്വയർ ഉണ്ട്, ഇതിൽ ഒമേഗ സ്ക്വയർ ഉണ്ട്, ഇതിൽ ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇവിടെ വെച്ചാൽ കോമൺ ആയിട്ട് എഴുതിയാൽ മതിയായിരുന്നു. പോട്ടെ, ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടായിരുന്നു. ചെയ്തേയില്ലേ ഒമേഗ സ്ക്വയർ കോമൺ എടുക്കാം. അപ്പോൾ ഞാൻ ഒമേഗ സ്ക്വയർ കോമൺ എടുക്കുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് കോമൺ ആയിട്ട് എടുക്കുന്നത്. മൈനസ് ഒമേഗ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്തെടുക്കണ്ടായിരുന്നു. മൈനസ് ഒമേഗ സ്ക്വയർ ഇവിടെ നിന്ന് നിങ്ങൾ ഈ മൾട്ടിപ്ലിക്കേഷൻ കളഞ്ഞേരെ, ഇത് മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നിന്ന് മൈനസ് ഒമേഗ സ്ക്വയർ കോമൺ എടുക്കും. മൈനസ് ഒമേഗ സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ ഉണ്ടോ ഇവിടുന്ന് ഒമേഗ സ്ക്വയറും കോമൺ എടുക്കും. ബാക്കിയുള്ള സാധനം എന്തിനാണ് m1 ഇൻറ്റു എന്താണ് ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് m1 ഇൻറ്റു എന്താണ് k2 പ്ലസ് k3 അല്ലേ, m1 ഇൻറ്റു k2 പ്ലസ് k3. പിന്നെ ബാക്കി ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ അടുത്ത ഇവിടെ പ്ലസ് m2 ഇൻറ്റു എന്തൊരു ഒമേഗ സ്ക്വയർ കൊണ്ടെടുത്താൽ k1 പ്ലസ് എന്തുവരും k2 വരും ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും ഒമേഗ സ്ക്വയർ കോമൺ വന്നു. പിന്നെ ബാക്കിയുള്ള അതേപടി എഴുതാം. ഈ k1 ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങളാണല്ലോ. അതായത് പ്ലസ് എന്താണ് k1 k2 പ്ലസ് k1 k3 പ്ലസ് ഇതെന്താണ് k2 k3 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വന്നു 0 എന്ന് വന്നു. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഞാൻ അതിലെ എന്ത് ചെയ്തു മാറ്റി എഴുതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ചെറിയ അസംഷൻസ് കൊടുക്കുക. അസ്യൂം രണ്ടാമത്തെ അസ്യൂമാണ് അല്ലേ നമ്മളെ.
ഫസ്റ്റ് ഈ M1 M2 എന്താണെന്ന് എടുക്കുക. ഫസ്റ്റ് 2 മാസം ഈ 2 മാസം ഒരേ M ആണെന്ന് എടുക്കുക. M1 = M2 = M എന്ന് എടുക്കുക. രണ്ടാമത്തെ ഇവിടെ ഫസ്റ്റ് സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ, ആൻഡ് K1 അതേപോലെ K3 മൂന്നാമത്തതും 2 സ്റ്റിഫ്നെസ്സും കൂടെ നമ്മൾ എന്തെന്ന് എടുക്കണം, K എന്നും പറഞ്ഞെടുത്തു. K2 ആയിട്ട് തന്നെ നിൽക്കും, അത് N ടൈംസ് K എല്ലാം ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് വരുന്ന സ്റ്റിഫ്നെസ്സാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇത് വലിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ M1 M2ൻ്റെ കേസിൽ M എന്ന് കൊടുത്താൽ ഇവിടെ M1 × M2 എന്ത് വരും, M² വരും. ω⁴ മൈനസ് ω² ഇവിടെ കൊണ്ടേ. പിന്നെ ഉള്ളത് ഈ M1ൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, M കൊടുക്കുക. K2ൻ്റെ സ്ഥലത്ത് K2 പോലെ തന്നെ നിൽക്കും, K2ന് മാറ്റമില്ല. K3 എന്ന് പറയുന്നത് K ആയി, അപ്പോൾ പ്ലസ് K2 + K എന്ന് പറയുന്ന രീതി വന്നു. പ്ലസ് ഇവിടെ എന്ത് വന്നു, M2 വേണ്ടല്ലോ, M × K1 എന്ന് പറയുന്ന K ആണ്, K2 എന്ന് പറയുന്നത്, അപ്പോൾ K + K2 എന്ന് പറയുന്ന രീതിയിൽ വന്നു. ഇനി ബാക്കിയുള്ളത് പ്ലസ് എന്താണ്, K1 K2 K2 എന്ന് വന്നു. ഇവിടെ K1 K3 എന്ത് വരും, K² K × K എന്ന് വരും. പ്ലസ് K2 K3 K2 K എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പം ഈ മോഡലിലേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ മാറ്റി. ഇനി ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ K + K2 K + ചെയ്ത് 2M K + K2 നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ അതിനെ വീണ്ടും മാറ്റാം. M² ω⁴ മൈനസ് ω² ഇത് രണ്ടും കൂടെ 2 × എന്ന് പറഞ്ഞ് എഴുതാം. 2 × M × K2 + K എന്ന് പറയുന്ന ഫോം ആണല്ലോ. പ്ലസ് ഇവിടെ ഉള്ളത് ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2K2 എന്ന് എഴുതാം. പ്ലസ് K² വിച്ച് ഈസ് ഈക്വൽ ടു 0. അതും എന്ത് ചെയ്തു, അങ്ങനെ മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ രീതിയിലേക്ക് വന്നു. ഇപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കുക, നമുക്ക് 2M ω², ഈ സാധനം K² എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഇത് ω⁴ ഇത് ω² അല്ലേ. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്ക് ഇനി എഴുതാൻ പറ്റും. M² × ω⁴ മൈനസ് ഇതാദ്യം എഴുതി 2M K2 + K × ω² പ്ലസ് എന്താണ് ബാക്കിയുള്ള 2K2 + K² വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണ്. ω⁴ ω² പിന്നെ എന്താണ് ഒരു ഇത്രയും കോൺസ്റ്റൻറ്റ്. അതായത് നമ്മുടെ ഏത് ഫോം, ax² + bx + c = 0 ഫോം. ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്താ കിടക്കുന്നത്, ω² ആണ്. എക്സിൻ്റെ സ്ഥലത്ത് ω² ആണ്. x²ൻ്റെ സ്ഥലത്ത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ω⁴ എന്താവും, 4 ആവും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിൽ എക്സ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ -b ± √ എന്താണ് b² - 4ac, നമുക്ക് ആംപ്ലിറ്റ്യൂഡല്ലേ വേണ്ട, ബൈ 2a. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിൻ്റെ സൊല്യൂഷൻ്റെ ഇക്വേഷൻ. അപ്പം ദിസ് ഈസ് ഓഫ് ദ ഫോം, ദിസ് ഈസ് ഓഫ് എ അല്ലെങ്കിൽ ദിസ് ഈസ് ലൈക്ക് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Therefore നമുക്ക് എന്ത് പറയാം, നമുക്ക് എക്സിൻ്റെ സ്ഥലത്ത് ω² എന്ന് കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ എക്സ് വരും, ഇവിടെ എന്ത് വരും, x² വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x = എന്ന് പറയുന്നതിന് വരെ ω² = എന്നെനിക്ക് പറയുന്നതുകൊണ്ട് പ്രശ്നമല്ലല്ലോ. ω² ഈസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ x നമ്മൾ എന്താണ് പറയുന്നത്, ω² എന്ന് പറയുന്നത്. അപ്പോൾ ω² ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, -b എന്ന് പറഞ്ഞാൽ ബിയുടെ സ്ഥലത്ത് കിടക്കുന്നത് ഇതാണ്. അതായത് ഇതാണ് a, ദിസ് ഈസ് a ഫസ്റ്റ് കോയിഫിഷ്യൻ, ദിസ് വൺ ഈസ് b സെക്കൻഡ് കോയിഫിഷ്യൻ, ദിസ് ഈസ് c ഇതാണ് c. അപ്പോൾ ഇത് a, ഇത് b, ഇത് c. അപ്പോൾ -b എന്ന് പറഞ്ഞാൽ ഈ മൈനസ് കൂടെ പ്ലസ് ആവും. അപ്പോൾ എന്ത് വരും, 2m × K2 പ്ലസ് എന്തെന്ന് വന്നു, k എന്ന് പറഞ്ഞു, -b ± പ്ലസും മൈനസും ഇട്ടു √b² - 4ac. b² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ, അതായത് 2m × K2 + K എന്ന് പറയുന്ന സാധനത്തിൻ്റെ സ്ക്വയർ, b² - 4 × a × c. 4 ഇവിടെ ഉണ്ട്. അയ്യോ, നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റില്ലല്ലേ, ഞാനത് ഇങ്ങോട്ട് മാറ്റാൻ മറന്നുപോയി. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാം, വെയിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ തന്നെ കണ്ട മനസ്സിലായി. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്, ദിസ് ഈസ് ലൈക്ക് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഏത് ഫോം, ax² + bx + c = 0 ഫോം. അവിടെ എക്സിൻ്റെ സ്ഥലത്ത് എന്ത് കിടക്കുന്നു, ω². x²ൻ്റെ സ്ഥലത്ത് നമ്മൾ ω⁴ കിടക്കുന്നു. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് ω², എക്സിൻ്റെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ -b ± √b² - 4ac/2a. അപ്പം എക്സിൻ്റെ സ്ഥലത്ത് ω² അല്ലേ, അപ്പോൾ ω² ഈസ് ഈക്വൽ ടു -bയുടെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കും, -2m. അപ്പോൾ മൈനസ് പ്ലസ് ആയി,
പ്ലസ് ഓർ മൈനസ് ഇവിടെ ഇട്ട് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ -2, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് -2m എന്ന് പറയുന്ന സാധനം കൂടെ ഉണ്ട്. -2m സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് പ്ലസ് ആയി പോകും. അപ്പോൾ മൈനസ് ഞാൻ അവിടെ ഇട്ടില്ല, മൈനസ് കോമൺ ആണ്. 2m എന്താണ് K2 പ്ലസ് K ദ ഹോൾ സ്ക്വയർ മൈനസ് എന്താണ് 4ac, 4 ഇൻറ്റു a ഇൻറ്റു c. a എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് m സ്ക്വയർ ഇൻറ്റു c എന്ന് പറഞ്ഞാൽ ഇതല്ലേ, എന്ത് വരും 2K2 പ്ലസ് K സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a, ദറ്റ് ഈസ് 2 ഇൻറ്റു a. എന്ന് പറയുന്നത് എത്രയാണ്, ഇതാ 2 ഇൻറ്റു m സ്ക്വയർ. ഇനി m സ്ക്വയർ നമുക്ക് ഇവിടെ കോമൺ ഇട്ട് കൊടുക്കാം. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ സാധനം ഇതിനടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2m K2 പ്ലസ് K ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും 2m സ്ക്വയർ എന്ന് വരും. പ്ലസ് ഓർ മൈനസ് ഇവിടെ എന്ത് 1/2m സ്ക്വയർ ഇൻറ്റു എന്ത് വരും റൂട്ടിനകത്ത് 2m ഇൻറ്റു K2 പ്ലസ് K ദ ഹോൾ സ്ക്വയർ മൈനസ് 4m സ്ക്വയർ, 4m സ്ക്വയർ ഇൻറ്റു 2K2 പ്ലസ് K സ്ക്വയർ. ഓക്കെ, ഇത്രയും ഇവിടെ K സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 4m സ്ക്വയർ, ഇവിടെ ഒരു 4m സ്ക്വയർ ആണ്, 2m ദ ഹോൾ സ്ക്വയർ അടക്കില്ല. അപ്പോൾ ഇത് 4m സ്ക്വയർ, 4m സ്ക്വയർ നമുക്ക് റൂട്ടിന് പുറത്തെടുക്കാം. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ 2ഉം 2ഉം വെട്ടിപ്പോയി, ഒരു m പോയി. അപ്പോൾ എന്ത് വന്നു K2 പ്ലസ് K ഡിവൈഡ് ബൈ, നമ്മൾ അവസാനത്തോടെ അടുക്കുവാണ്, K2 പ്ലസ് K ഡിവൈഡ് ബൈ m നമ്മൾ അവസാനം ആവുന്നത്. പ്ലസ് ഓർ മൈനസ് 2m സ്ക്വയർ പുറത്ത് വന്നു കഴിഞ്ഞാൽ, അല്ല സോറി, ഇവിടെ 4m സ്ക്വയർ പുറത്ത് വന്നു കഴിഞ്ഞാൽ 4ൻ്റെ റൂട്ട് 2, m സ്ക്വയറിൻ്റെ റൂട്ട് m. ഇപ്പോൾ 2m ആവും ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തുണ്ട് 2m സ്ക്വയർ ഉണ്ട്, ബാക്കി ഇതിനകത്ത് കിടക്കും. 2m ദ ഹോൾ സ്ക്വയർ പുറത്ത് വന്നു, ബാക്കി അപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ K2 പ്ലസ് K ദി ഹോൾ സ്ക്വയർ മൈനസ് ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താണ് ബ്രാക്കറ്റിനകത്ത് 2K2 പ്ലസ് K സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ചുരുങ്ങി നോക്കാം. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു K2 പ്ലസ് എന്ത് വന്നു K ഡിവൈഡ് ബൈ m പ്ലസ് ഓർ മൈനസ് ഇവിടെ നിന്ന് 2ഉം 2ഉം വെട്ടിപ്പോയി, ഒരു m വെട്ടിപ്പോയി, ബാക്കി എന്തേ ഉള്ളൂ 1/m ഇൻറ്റു ബാക്കി സാധനം. ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ, മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -2K2 മൈനസ് K സ്ക്വയർ. അപ്പോൾ ഈ K സ്ക്വയറും പോയി, ഇതും പോയി, ഇത് K അങ്ങ് പുറത്ത് വരില്ലേ, ദാറ്റ് ഈസ് തീർന്നടേ. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു K2 പ്ലസ് K ഡിവൈഡ് ബൈ m പ്ലസ് ഓർ മൈനസ് 1/m ഇൻറ്റു K2വിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് K2. അപ്പോൾ ഒമേഗ സ്ക്വയർ കിട്ടിയേ ഒമേഗ 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് മൈനസും പ്ലസും ഇട്ട് എഴുതാം. അപ്പോൾ K2 പ്ലസ് K ഡിവൈഡ് ബൈ m ഇൻറ്റു എന്താണ് മൈനസ് 1/, അതായത് K2 ബൈ m. ഓക്കെ, ദിസ് ഈസ് ഒമേഗ 1 സ്ക്വയർ ഓർ ഒമേഗ 2 സ്ക്വയർ. ഇവിടെ പ്ലസിന് മൈനസ് വേണം, പ്ലസ് ഇട്ട് എഴുതാം. അതായത് K2 പ്ലസ് K ബൈ m പ്ലസ് K2 ബൈ m. ഇത് m കോമൺ അല്ലേ, അപ്പോൾ m കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്ത് വരും ഒമേഗ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു K2 പ്ലസ് K മൈനസ് K2, ഇത് രണ്ടും പോയില്ലേ. ഒമേഗ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു K ബൈ m. ഒമേഗ 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് കിട്ടും K ബൈ m. അപ്പോൾ രണ്ട് ഫ്രീക്വൻസീസ് ഉണ്ട്, വി ആർ ഹാവിങ് 2 ഫ്രീക്വൻസീസ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും ഒമേഗ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു m എന്ന് പറയുന്ന ഇതിട്ടു, മുകളിൽ എന്ത് വരും K2 പ്ലസ് K പ്ലസ് K2, ദാറ്റ് ഈസ് ഒമേഗ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2K2 പ്ലസ് K ബൈ m, ദാറ്റ് ഈസ് ഒമേഗ 2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വന്നു 2K2 പ്ലസ് K ബൈ m. സോ വി ആർ ഹാവിങ് 2 ഫ്രീക്വൻസീസ് ആൻഡ് ഇത് സിസ്റ്റം ഈ ഒരു സിസ്റ്റം നമ്മൾ നേരത്തെ കണ്ട സിസ്റ്റമാണ്. ആ സിസ്റ്റം ഒരു സമയത്ത് ഒരു ഫ്രീക്വൻസി വെച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ഈ ഒരു സിസ്റ്റത്തിന് ഒരു ഫ്രീക്വൻസി ഒരു സമയം ഉണ്ടാകത്തുള്ളൂ, അതിൽ ഒന്നിൽ കൂടുതൽ ഫ്രീക്വൻസി ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഏത് സിസ്റ്റം ആയാലും അങ്ങനെ തന്നെയാണ്, അപ്പോൾ ഒരു ഫ്രീക്വൻസി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കണ്ടു. ഇതിപ്പോൾ ഫ്രീക്വൻസീസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു അനലിറ്റിക്കൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്നെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഒമേഗ 1. ഇത് വെച്ചിട്ടാണ് നമ്മൾ 2 മോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ഫ്രീക്വൻസിയിലാണ് ഈ 2 വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ 2 മോഡ് ഓഫ് വൈബ്രേഷൻസ് ഈ ഒരു എന്തിൽ പോസിബിളാണ്, വൈബ്രേഷനിൽ പോസിബിളാണ്. അപ്പോൾ ഈ 2 മോഡ്സ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഫ്രീക്വൻസി ഒമേഗ 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് K ബൈ m ആവുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്താവുന്നത് ഒമേഗ 2 ഈക്വൽ ടു റൂട്ട് ഓഫ് 2K2 പ്ലസ് K ബൈ m ആവുന്നത്. ഇനി ഈ 2 മോഡും വെച്ചുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് x1 ആൻഡ് x2. നമുക്കിവിടെ x1 ബൈ x2വിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോസ് ഉണ്ടല്ലോ.
രണ്ട് ഈക്വൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് ചെയ്താൽ മതി. ഇപ്പോൾ x1/x2 ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ K2 ബൈ ഇവിടെ ഒരു ഇക്വേഷൻ കിടക്കുമല്ലേ, ഇതിൽ K2വിൻ്റെ സ്ഥലത്ത് നമുക്ക് K2 എന്ന് തന്നെ ഇടാം. ബാക്കി ഒമേഗയുടെ സ്ഥലത്ത് നമുക്ക് ഒമേഗ 1 ആകുമ്പോൾ അവിടെ എന്താണ് വേരിയേഷൻ വരുന്നത്, ഈ x1ന് x2ന് എന്തെങ്കിലും വേരിയേഷൻ വരും. ഒമേഗ 1 ആകുമ്പോഴത്തേക്ക് ഒമേഗ 1 ഈസ് ഈക്വൽ ടു നമുക്ക് √(k/m) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്ക് x1 x2ൻ്റെ വാല്യൂ x1/x2 ആണല്ലേ, x2 ആണ്, x1/x2. അപ്പം k/m കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് x1/x2 എത്ര കിട്ടും, ആ കിട്ടുന്ന വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൊടുക്കാം, ഒരു റിലേഷൻ കൊടുക്കാം. ഇനിയും ഈ ഒരു വാല്യൂ ആണ് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ് വരുന്നത് അത് വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രണ്ട് ഫ്രീക്വൻസീസും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. സോ ആ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മോഡ് ഷേപ്സ് വരയ്ക്കും. അത് നമുക്ക് അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡെറിവേഷൻ അങ്ങ് നിർത്താം. അപ്പോൾ ഫ്രീക്വൻസീസ് നമുക്കായി. ഇനി നമുക്ക് ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ റേഷ്യോയും കൂടെ വേണം. അപ്പം ഫ്രീക്വൻസീസ് നമുക്ക് ഒമേഗ 1 ഒമേഗ 2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, കാണാൻ പറ്റില്ല, നോക്കാം. ഒമേഗ 1 ഒമേഗ 2 നമ്മൾ കണ്ടുപിടിച്ചു. ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുവാണ്. ഒമേഗ 1 ഈസ് ഈക്വൽ ടു √ എന്താണ്, രണ്ട് ഫ്രീക്വൻസീസിൽ ആ സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യും. സോ 2 മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആർ ദെയർ. ഒമേഗ 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒമേഗ 2 ഈസ് ഈക്വൽ ടു √ എന്ത് പറയാം, 2K2 + K/m, അതായത് 2 × K2 + K/m. സോ ദീസ് 2 മോഡ്സിൽ, ഈ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് മോഡ്സിൽ ഇത് വൈബ്രേറ്റ് ചെയ്യും. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് എന്താണ് റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ്. അപ്പോൾ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാൻ പോവാണ്. അതെങ്ങനെ വരും എന്നും കൂടെ നോക്കും. അപ്പോൾ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, x1/x2 ഇക്വേഷൻ. അത് നമുക്ക് നേരത്തെ x1/x2ൻ്റെ ഇക്വേഷൻ അവിടെ ഉണ്ട്. അത് ഒന്നീ അതിടുക, അല്ലെങ്കിൽ ഇതിടുക, ഏതെങ്കിലും ഒന്നിടുക. അപ്പോൾ x1/x2 എന്ന് പറഞ്ഞാൽ K2 ബൈ എന്താണ് നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നതാണ്, K2 ഡിവൈഡഡ് ബൈ എന്താണ് -m1 ഒമേഗ സ്ക്വയർ പ്ലസ് എന്താണ് K1 + K2 പ്ലസ് K1 + K2. അപ്പോൾ ഇതിൽ ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥലത്ത് നമ്മളിപ്പം ഇവിടെ എന്തോ കൊടുക്കുന്നത്, ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ 1 കൊടുക്കുക. അപ്പോൾ ഈ ഒമേഗയുടെ സ്ഥലത്ത് നമുക്ക് ഒമേഗ 1ൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ എന്താണ് x1/x2 അറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ 1. ഇവിടെ നമുക്ക് ഒമേഗ 1 കൊടുത്തൂടെ, വിച്ച് ഈസ് ഈക്വൽ ടു K2 ഡിവൈഡഡ് ബൈ -m1 ഇൻറ്റു ഒമേഗ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √(k/m)ൻ്റെ സ്ക്വയർ, അതായത് K/m റൂട്ട് അങ്ങ് പോകും. പ്ലസ് ബാക്കി എത്രയുണ്ട്, K1 + K2. K1ൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ, K1ൻ്റെ സ്ഥലത്ത് K എന്ന് കൊടുക്കാം. അപ്പോൾ K1ന് നമ്മൾ എന്താ കൊടുത്തത്, K എന്ന് കൊടുത്തു, K3ക്കും K എന്ന് കൊടുത്തു, K2 അതേപോലെ നടന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് K1ന് K എന്ന് കൊടുത്തു പ്ലസ് K2 അതേപോലെ നടന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. അപ്പോൾ ഇവിടുന്ന് M1ന് അതേപോലെ M1 M2ന് നമ്മൾ എന്തെന്ന് കൊടുത്തു, M1 കൊടുത്തു അല്ലേ. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ അസംഷനിൽ M1 M2 നമ്മൾ നേരത്തെ M1 കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ M1ൻ്റെ സ്ഥലത്ത് നമുക്ക് എന്തെന്ന് കൊടുത്താൽ മതി, M എന്ന് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഈ M എന്ത് ചെയ്ത് പോയി, അവിടെ വെട്ടിപ്പോവും. അപ്പോൾ x1 എന്താണ് x2 അറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ 1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് K2 അവിടെ മുകളിൽ ന്യൂമറേറ്റർ ഉണ്ട്. ഇവിടെ എന്ത് വരും, -k + K2 എന്ന് വരും. -kയും +kയും പോയി, വിച്ച് ഈസ് ഈക്വൽ ടു -K2/K2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -1. അവിടെ ഒരു -1 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്, ഇതായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പം -1 വന്നു. -1 അല്ല +1, അതായത് എന്തുവാണ്, K2വും രണ്ടും പോസിറ്റീവ് അല്ലേ, മൈനസ് ചെയ്ത് -1 എന്തായാലും +1. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ x1/x2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. അറ്റ് ഒമേഗയുടെ വാല്യൂ ഒമേഗ ഫസ്റ്റ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ദ സിസ്റ്റം വിൽ ബി ഹാവിങ് ദ ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ ഈക്വൽ ടു 1. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ ആ ഒരു മോഡിലെ ഷേപ്പ് എന്താ, ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ വെച്ച് നമുക്ക് ഷേപ്പ് എങ്ങനെ വരയ്ക്കാം, മോഡ് ഷേപ്സ് എങ്ങനെ വരയ്ക്കാം. അതായത് നമുക്ക് ഇവിടെ എന്താണുള്ളത്, ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൽ ഈ ഒരു 2 മാസും പിന്നെ ഒരു സ്പ്രിങ്ങും അതാണല്ലോ ഉള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാനിപ്പോൾ അത് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ നമുക്കിവിടെ ഇതുണ്ടായിരുന്നു, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ടായിരുന്നു, ഇവിടെ പിന്നെ ഒരു മാസ് ഉണ്ടായിരുന്നു M1 എന്ന് പറയുന്ന മാസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്പ്രിങ് ഉണ്ട്, ഇവിടെ പിന്നെ നമുക്ക് എന്ത് മാസുണ്ട്, M2 എന്ന് പറയുന്ന മാസ്. ഇത് K എന്നാക്കി, ഇത് K2 എന്നാക്കി, ഇത് വീണ്ടും K എന്നാക്കി അല്ലേ. പിന്നെ നമ്മളിത് വെച്ചു. ഇതിൻ്റെ മോഡ് ഷേപ്പ് എങ്ങനെ വരും, അതായത് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ എങ്ങനെയാണ്, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് 2 1 ആണ്. x1/x2 ഈസ് ഈക്വൽ ടു
1. അവിടെ നമുക്ക് എന്ത് എഴുതാം? x1 ഈസ് ഈക്വൽ ടു x2 അങ്ങ് x1 ഈസ് ഈക്വൽ ടു x2. രണ്ടിൻ്റെയും വൈബ്രേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഇവിടെ x1 ആണ് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ ഈ താഴത്തെ ആംപ്ലിറ്റ്യൂഡ് എത്ര തന്നെയായിരിക്കും? x2 തന്നെയായിരിക്കും. ഏത് ഫ്രീക്വൻസിയിൽ? ഒമേഗ ഈസ് ഈക്വൽ ടു ω1 എന്ന് പറയുന്ന ഫ്രീക്വൻസി. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി, ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ 0 ആണ്. സോറി, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ 0 ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ്സ് ഇവിടെ മാക്സിമം വരും, ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ഇവിടെ നിന്ന് ഇങ്ങനെ വരും. ദിസ് ഈസ് ദ ഷേപ്പ്. ഇനി ഇടയ്ക്കുള്ള വേണമെങ്കിൽ നമുക്കിങ്ങനെ എന്ത് ചെയ്യാം? വരച്ച് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എത്ര? അപ്പോൾ ഈ എൻ്റെ ഡിസ്റ്റൻസിൽ, ഈ സിസ്റ്റത്തിൻ്റെ എൻ്റെ ഡിസ്റ്റൻസിൽ വി ആർ ഹാവിങ് ദ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ലൈക്ക് ദിസ്. ഇനി രണ്ടാമത്തെ കേസ്, ഇഫ് ഒമേഗ ഈസ് ഈക്വൽ ടു ω2 ആകുമ്പോഴത്തേക്ക്, അതായത് x1/x2, ഇത് നമുക്ക് ഫസ്റ്റ് മോഡെന്ന് നമുക്ക് വിളിക്കാം. ദിസ് ഇസ് ദ ഫസ്റ്റ് മോഡ്. ഇനി അടുത്ത രണ്ടാമത്തെ x1/x2 ഈസ് ഈക്വൽ ടു ഒമേഗ ഈസ് ഈക്വൽ ടു ω2 ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ കണ്ടീഷൻ എന്താ? K2 എന്നൊരു -m1 ω2ൻ്റെ സ്ക്വയർ എന്ന് വരും, പ്ലസ് എന്താണ്? K1 + K2. അത് അതേപോലെ തന്നെ ω2 എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോൾ അത് ഇവിടെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ x1/x2 അറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു ω2 വിച്ച് ഈസ് ഈക്വൽ ടു K2 എന്ന് പറയുന്നത് അത് എവിടെ കിടന്നു? ഡിവൈഡ് ബൈ -m1. -m1 എന്ന് പറഞ്ഞാൽ -m ആയി മാറും അല്ലേ. m1 = m2 = m ആണ്. ω2ൻ്റെ സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 2K2. K2 അതേപോലെ ഉണ്ട്, K അതേപോലെ ഉണ്ട്, ഡിവൈഡ് ബൈ m ആണല്ലോ. ഇത്രയും വന്നു. പ്ലസ് K1 പ്ലസ് എന്ത് വരും? K2 എന്ന് വന്നു. ഇവിടെ നിന്ന് m വെട്ടിപ്പോയി. ബാക്കി എത്രയുണ്ട്? K2 ഡിവൈഡ് ബൈ എന്താണ്? ഇവിടെ എന്താണ്? 2K2, ഒരു -2K2, -1 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, -K പ്ലസ് K1 പ്ലസ് K2 ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് -K2 ഡിവൈഡ് ബൈ K1 വരെ നമുക്ക് K എന്ന് കൊടുക്കാമല്ലോ. K1 ഈസ് ഈക്വൽ ടു K ആണ്. അപ്പോൾ -Kയും പ്ലസ് Kയും പോയി, ഡിവൈഡ് ബൈ -2K പ്ലസ് K2. അപ്പോൾ എത്ര? മൈനസ് എന്ന് വരും. അല്ല, മുകളിൽ പ്ലസ് ഉണ്ട്, പ്ലസ് K2 ആണ്. പ്ലസ് K2 അതേപോലെ എഴുതി, താഴെ -2K2 പ്ലസ് K2 -K2 എന്ന് കിട്ടും. വലുതെന്ന് ചേർത്ത് കുറച്ച് വലുത് തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു K2 K2 വെട്ടിപ്പോയാൽ -1. ദാറ്റ് ഈസ് x1/x2 അറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു ω2 നമുക്ക് എന്ത് വന്നു? -1 വന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഫേസ് ഡിഫറൻസ് ഉണ്ടെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് x1 ഈസ് ഈക്വൽ ടു x2 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -(x2). ഇറ്റ്സ് എ സെക്കൻഡ് മോഡ്. അപ്പോൾ -(x2) എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് വരച്ചിട്ട് ഈ ഒരു മാസിന് കറസ്പോണ്ടിങ് റൈറ്റ് സൈഡിലോട്ടാണ് x1 മാർക്ക് ചെയ്തത് അല്ലേ. ഇവിടെ ഈ മാസിന് കറസ്പോണ്ടിങ് ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് മാർക്ക് ചെയ്യേണ്ടി വരും? x2 മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്ന് ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു. ദിസ് ഈസ് x. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ടാണ് യു ആർ ഹാവിങ് ദ ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ എന്ത് ആലോചിക്കുക? ω1 കണ്ടുപിടിക്കാനാണെങ്കിൽ √K/m ഉപയോഗിക്കുക, എന്താണ് K2 + K/m ഉപയോഗിക്കുക. നമുക്ക് ഈ ഒരു കണ്ടീഷനിലുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് മോഡ് ഷേപ്സ് രണ്ടെണ്ണം, ഫസ്റ്റും സെക്കൻഡും ഉണ്ട്. ഈ രണ്ടും എങ്ങനെയാണ് വന്നതെന്നുള്ളതും കൂടെ ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ചിലപ്പോൾ ഡെറിവേഷൻസൊക്കെ ആയിട്ടൊക്കെ ചോദിക്കാം. മോഡ് ഷേപ്സ് വരയ്ക്കാനും ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇത് കാര്യം എന്താണെന്ന് കൂടെ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് രണ്ട് മോഡ്സ്, അതിൻ്റെ ഷേപ്സ് വരയ്ക്കുന്ന കാര്യങ്ങളും അതത്രയും കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഇത് ഒരു സിസ്റ്റത്തിന് ഇറ്റ് ക്യാൻ വൈബ്രേറ്റ് ഓൺലി വിത്ത് ഓൺ ഫ്രീക്വൻസി എന്നുള്ള രീതിയിലാണ് ω1 ആകുമ്പോൾ ഒരു മോഡും ω2 ആകുമ്പോഴത്തേക്ക് നമ്മളെന്താണ് വേറൊരു മോഡും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ.